വെൽക്കം ബാക്ക് ടു Xylem Learning. It's me Mufida. So മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന നമ്മളുടെ അടിപൊളി ചാപ്റ്റർ ഉണ്ട് അല്ലേ. ഒന്നാമത്തെ പാഠമാണ്. ഭയങ്കര രസമുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യങ്ങളും അതിൽ പഠിക്കാനില്ല. അത്രയും സൂപ്പർ ആയിട്ടുള്ള ചാപ്റ്റർ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം 3 ചോദ്യങ്ങളുണ്ട്, MCQs എന്ന് പറയും. അതായത് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, അതിലൊന്നിങ്ങനെ ചൂസ് ചെയ്യാൻ അതുണ്ട്. പിന്നെ നമ്മൾ എക്സാമിന് വരുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ ക്ലാസ്. ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. SI യൂണിറ്റ് ഓഫ് മാസ്. മാസിന്റെ SI യൂണിറ്റ്. മാസിന് ഇഷ്ടം പോലെ യൂണിറ്റുകൾ നമുക്കറിയാം. ഗ്രാം, കിലോഗ്രാം, ക്വിന്റൽ, ടൺ എന്നൊക്കെ പറഞ്ഞ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിലെ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണലി നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് ഏത് യൂണിറ്റ് ആണെന്നുള്ളതാണ്. അതാണ് കിലോഗ്രാം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. മനസ്സിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ഞാൻ പറയുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു ഉപകാരം നമുക്ക് തോന്നാം. ഓക്കെ, സോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലീസ്റ്റ് കൗണ്ട് ഓഫ് മീറ്റർ സ്കെയിൽ. മീറ്റർ സ്കെയിൽ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ നമ്മളെ ബോക്സും പെട്ടിയിലുള്ള മീറ്റർ സ്കെയിലില്ലേ, അതിലുള്ള ഒരു സ്കെയിൽ ഉണ്ട് അല്ലെ. ആ സ്കെയിൽ 15 സെന്റിമീറ്റർ ഒക്കെയാണ് നമുക്ക് കാണാം. ചിലപ്പോൾ നമ്മൾ വലിയ സ്കെയിൽ ഉപയോഗിക്കും 30 സെന്റിമീറ്ററിന്റെ ഒക്കെ അല്ലേ. കുറച്ചുകൂടെ വലുതാണെങ്കിൽ 1 മീറ്ററിന്റെ സ്കെയിലൊക്കെ നമുക്കുണ്ട്. സോ ചോദ്യം ഇതാണ്, അതിന്റെ ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ LC എന്ന് പറയും. എന്താണത് സാധനം? ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് അല്ലെ, ഏറ്റവും ചെറുത്. കൗണ്ട് എന്ന് പറയുമ്പോൾ അളവ്. അപ്പൊ ആ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട്, എന്തുമാവട്ടെ ഉപയോഗിച്ചിട്ട് നമുക്ക് അളന്നെഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ വാച്ചില് 3 സൂചികളുണ്ട്. ഒന്ന് മണിക്കൂർ സൂചി, ഒന്ന് മിനിറ്റ് സൂചി, ഒന്ന് സെക്കൻഡ് സൂചി. ഓക്കെ, അപ്പൊ എനിക്ക് ഈ വാച്ച് ഉപയോഗിച്ചിട്ട് അളന്നെഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ്, എനിക്ക് 1 മണിക്കൂർ അളക്കാം, 2 മണിക്കൂർ അളക്കാം അല്ലെ, 1 മിനിറ്റ് അളക്കാം, എല്ലാം അളക്കാം, 2 മിനിറ്റ് അളക്കാം, 2 സെക്കൻഡ് അളക്കാം, എല്ലാം അളക്കാം. പക്ഷെ ഇതിൽ നിന്നും എനിക്ക് അളന്നിട്ട് എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് 1 സെക്കൻഡ് ആണ് അല്ലെ. അതുപോലെ നമ്മുടെ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അളന്നെഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് നമുക്കറിയാം. ഇതാണ് കുറെ സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ കേട്ടോ. അതിൽ എന്തുണ്ടാവും? 10 കുഞ്ഞു ഡിവിഷൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഈ ഒരു കുഞ്ഞു ഡിവിഷനാണ് നമുക്ക് അളന്നെഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ്. കറക്റ്റ് ആണല്ലോ. ഇത് എത്രയാണ്? 1 മില്ലിമീറ്റർ ആണ്. Okay, so here we have option A is the right answer. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 1 ടൺ. ടൺ എന്ന് പറഞ്ഞാല് നമ്മുടെ മാസിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പൊ 1 ടൺ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണെന്നുള്ളതാണ് ചോദ്യം. ആനയൊക്കെ അജാന ബാഹുബലിയാണ് അല്ലെ. ആനന്റെ മാസമൊക്കെ ഒമ്മരി മാസം. ആനയൊക്കെ നമ്മൾ പറയും 2000 കിലോ. ഇപ്രാവശ്യം ഉത്സവത്തിന് വന്ന ആനനെ അങ്ങനെ കാണണ്ടീനോ, 2000 കിലോ ഉണ്ട്, 3000 കിലോ ഉണ്ട്, വലിയൊരു അലാക്കിന്റെ ലോറി കയറ്റിട്ടാ കൊണ്ടായതൊക്കെ നമ്മൾ പറയേണ്ടിട്ടില്ലേ. അതായത് 2000 കിലോ, 3000 കിലോ. മോനെ, ഈ കിലോ അല്ലെ, 2000, 3000 അതൊക്കെ പറയേണ്ട പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടൺ എന്ന് പറയും. 3000 കിലോ എന്ന് പറഞ്ഞാൽ 3 ടൺ. 4000 കിലോന്റെ ആന എന്ന് പറയുമ്പോൾ അത് 4 ടണ്ണാണ്. 1000 കിലോ എന്ന് പറയുന്നതാണ് 1 ടൺ. സോ 1 ടൺ is equal to 1000 കിലോഗ്രാം. ഓപ്ഷൻ A is right answer. അപ്പൊ ചില കുട്ടികൾ ഇവിടെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഇതൊന്നും മലയാളം അല്ലേ? ഇതിനൊന്നും മലയാളമല്ല. ലീസ്റ്റ് കൗണ്ടിന്റെ മലയാളം ഇല്ല. ലീസ്റ്റ് കൗണ്ട് എന്ന് നമ്മൾ പറയാ 1 ടണ്ണ്. ടണ്ണിന് മലയാളമല്ല, ടണ്ണ് തന്നെയാ പറയാ കേട്ടോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെക്കണം. പിന്നെ SI യൂണിറ്റ്, അതിന് മലയാളമല്ലേ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മാത്രം കൊടുത്തത് കേട്ടോ. അടുത്ത ചോദ്യം, ഇതിൽ മലയാളം ഉണ്ട്. സന്തോഷമായല്ലോ. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും അടിസ്ഥാന അളവുകൾ, അതായത് കുറച്ച് യൂണിറ്റുകൾ നമുക്ക് ക്വാണ്ടിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമ്മളുടെ കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അടിസ്ഥാന അളവുകളെ തിരഞ്ഞെടുക്കാനാണ്. ഭയങ്കര സിമ്പിൾ അല്ലേ. 7 പേരാണ് നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ളത്. ആരൊക്കെയാണ്? മറന്നു പോകാൻ പാടില്ല. ഇവരാണോ? നോക്കൂ, മലയാളം, ഇംഗ്ലീഷ്. ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറന്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഇത് രണ്ടും നിങ്ങൾക്ക് പുതിയ പേരായിരിക്കും അല്ലെ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഈ 7 പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ കുറിച്ച് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. 7 പേര് എല്ലാവരും ഓർത്ത് വെക്കണം. അത് മാത്രമല്ല ഇവരുടെ യൂണിറ്റ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 8ാം ക്ലാസ്സിൽ മാത്രമുള്ളൂ ഇതൊന്നും അല്ല. ഇത് നിങ്ങൾക്ക് +1 ഇതേ ചാപ്റ്ററിന്റെ ബാക്കി നിങ്ങൾക്ക് പഠിക്കാണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വാവ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ പഠിച്ചു വെക്കൂ കേട്ടോ. ഓക്കെ, സോ ഗൈസ്, ദ ക്വസ്റ്റ്യൻ ഇതാണ്. ഡെൻസിറ്റി, വോളിയം, ടൈം, ഏരിയ. ഇതിൽ നിന്നും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, അതായത് ഈ 7 പേരിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
നമുക്കറിയാം ഇവിടെ ആരുണ്ട്, ഇവിടെ ടൈം ഉണ്ട്, സമയമുണ്ട് അല്ലേ. ഓക്കെ, നമുക്കറിയാം ഇത് മാത്രമാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ബാക്കിയുള്ളതെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ വിൽപ്പന്ന അളവാണ് അല്ലെ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വെറും 7 പേര്, ബാക്കി എല്ലാവരും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ. ഇവരുടെ സഹായത്തോടെ നമ്മൾ ഉണ്ടാക്കുന്ന മറ്റു പല ആൾക്കാരാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. അതെന്താന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ്, സ്പീഡ്, ഫോഴ്സ്, പ്രഷർ, ടെമ്പറേച്ചർ. നമുക്കറിയാം ഇതിലേതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? ഓഫ് കോഴ്സ് അതേതാണ് ടെമ്പറേച്ചർ, അതായത് താപനിലയാണ് അല്ലെ. ബാക്കി എല്ലാവരും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്, വിൽപ്പന്ന അളവാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ, മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട് അല്ലെ. ഇത് നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, അടിസ്ഥാന അളവുകളാണ്. ഇവരുടെ യൂണിറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ പറയേ കഞ്ഞിയില്ല, ഉപ്പില്ലാത്ത കഞ്ഞി എന്താ അല്ലേ, അതുപോലെയാണ് പരീക്ഷയ്ക്ക് ഈ ചോദ്യം ഇല്ലെങ്കിൽ ആ പരീക്ഷ പേപ്പറിൽ എന്തോ ഒരു പോലെ ആയിരിക്കും. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മാസിന്റെ യൂണിറ്റ്, മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ടെമ്പറേച്ചർ ഏതാണ്? നമ്മൾ കെൽവിൻ ആണ് അല്ലെ. നെക്സ്റ്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥത്തിന്റെ അളവായിട്ട് നമ്മൾ കൊടുക്കുന്നത് മോൾ ആണ്. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും MOL, മോൾ. വാവ്, മോള്, മോളെ അല്ലെ, അതല്ലേ. ഓക്കെ, ഇത് കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ ഈ വാക്ക് കൂടുതലായിട്ട് ഇനി പരിചയപ്പെടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 1 ടൺ എന്ന് പറഞ്ഞാൽ, 1 ടൺ എന്ന് പറഞ്ഞാൽ അതെന്താണ്? 1000 കിലോ ആണ് അല്ലെ. നെക്സ്റ്റ്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രത, അതിന്റെ യൂണിറ്റ് ഇവിടെ ഉണ്ട്. അതേതാണ്? ആംപിയർ ആണ് അല്ലെ. ക്യാപിറ്റൽ A എന്നുള്ളത് ആംപിയറിൻ്റെതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 1 കിലോഗ്രാം, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാല് 1000 ഗ്രാം ആണ്. അത് നമുക്കറിയാലോ. നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ, ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ദൂരം, അതെത്രയാണ്? 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, 1 മീറ്റർ എന്ന് പറയുന്നത് നോക്കൂ, ഇത്രയും മൈക്രോമീറ്റർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടില്ലെങ്കിലും പല രീതിയിലായിട്ട് നമ്മളോട് ചോദിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ നിന്നും വിൽപ്പന്ന യൂണിറ്റുകൾ തിരഞ്ഞെടുക്കുക. ചൂസ് ദി ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഫ്രം ദ ഫോളോവിങ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ തിരഞ്ഞെടുക്കും ഗൈസ്? നമുക്ക് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെയും അവരുടെ യൂണിറ്റുകളെയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിത് തെറ്റൂല. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റും ഇവിടെ ഉണ്ടോ നോക്കിക്കോ. യെസ്, മീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് അല്ലെ. ലെങ്ത്തിന്റെ മലയാളം എന്താണ്? നീളത്തിന്റെ യൂണിറ്റ് ആണ്. അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. നെക്സ്റ്റ്, ആംപിയർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആണ്. സോ ഇത് രണ്ടും എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് മീറ്റർ സ്ക്വയറും അതുപോലെ തന്നെ മീറ്റർ ബൈ സെക്കൻഡും ആണ് വിൽപ്പന്ന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ബാക്കി എല്ലാതും ഫണ്ടമെന്റൽ ആണ്. അപ്പൊ മറ്റുള്ള ബാക്കിയുള്ള ആരായിരിക്കും? അത് വിൽപ്പന്ന ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, റെഡി? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ, ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം. അത് ഓൾറെഡി ഇതിന്റെ ആൻസർ നമ്മൾ ഈ ഒരു ലൈവിലൂടെ, ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടോ, എന്താണ് ഈ ചാപ്റ്ററിന്റെ അവസ്ഥ, സ്കൂളിൽ ഇത് കഴിഞ്ഞോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. പിന്നെ നമ്മുടെ യോധ ബാച്ച് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? യോധ ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ്. നമ്മുടെ ബാച്ചിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതിന്റെ എക്സാം ഒക്കെ നമ്മൾ നടത്തി കഴിഞ്ഞതാണ്. സോ ഇനി ആർക്കെങ്കിലും നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്ത് നമ്മുടെ യോദ്ധാക്കളെ പോലെ കൃത്യമായിട്ട് അല്ലെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ചാപ്റ്റർ ലൈവുകളും പിന്നെന്താ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ 9954008000 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കുക എന്തൊക്കെയാണ് ഇവിടെ കിട്ടുക, എന്താണ് ഇതിന്റെ സംഭവങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്, മൺസൂൺ ഓഫർ ഒക്കെ ഉണ്ട്. സോ പെട്ടെന്ന് തന്നെ വിളിച്ചോ, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. സോ നമുക്ക് ബാച്ചിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്. അപ്പം മറക്കണ്ട ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. കൂടെ ഈ ഒരു ചാപ്റ്ററിന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഈ ഒരു ചാപ്റ്റർ ബുദ്ധിമുട്ടാണോ, ഭയങ്കര ഇടങ്ങാറാണോ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയണ്ടാവും അല്ലേ. അപ്പൊ അതെല്ലാം കമന്റ് ആയിട്ട് അറിയിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.